ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാഴയിലേക്ക് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്കിതുപോലെ ഒന്ന് നമ്മുടെ തീയിലിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ചെറിയ തീയിൽ വേണം ഇതുപോലെ ഒന്ന് നമ്മൾ വാട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് ഇലയൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഇതുപോലെ നമ്മുടെ മൊത്തം ഇലകളും ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ തണ്ടയിൽ നിന്നൊന്ന് പീസ് ചെയ്ത് മാറ്റാം. നമുക്ക് ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫുൾ പീസായിട്ടോ ഒക്കെ നമുക്ക് ഇതൊന്ന് കീറിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ക്ലിങ് ഫിലിം ഇട്ട് ഒന്ന് റാപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം റൗണ്ടിൽ. നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമ്മുടെ വാഴയില കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പം നമുക്ക് അടയുണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മീൻ പൊള്ളിക്കുന്ന സമയത്തൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.